നാടും നഗരവും ഓണാഘോഷങ്ങളിലേക്ക് കടന്നതോടെ പൂവിപണി സജീവമായെങ്കിലും പെരുപ്പിച്ചുയർന്ന അനധികൃത വഴിയോര കച്ചവടം കാരണം സ്ഥിരം വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിൽ. വലിയ തുക മുടക്കി പൂക്കൾ വിപണിയിലെത്തിച്ച വ്യാപാരികളാണ് വഴിയോരങ്ങളിലെയും കടകളുടെ മുൻപിലെയും കച്ചവടം കാരണം കടുത്ത ദുരിതം അനുഭവിക്കുന്നത്. പൂവിനൊക്കെ അധികം വിലയൊന്നുമില്ല. അത്യാവശ്യം വില ഓണം എടുക്കുന്തോറും വില കൂടി വരും. പിന്നെ കച്ചവടം കുറച്ച് കുറയാൻ കാരണം തന്നെ അനധികൃതമായിട്ട് കുറെ ആൾക്കാര് ഇപ്പോ വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അതിനെതിരെ നമ്മൾ പരാതി കൊടുത്താണ്. കുറെയൊക്കെ അവര് നോക്കി, പക്ഷെ പറഞ്ഞിട്ടും തിന്നിട്ടും ആൾക്കാര് നമ്മളെ കടയുടെ മുമ്പിലൊക്കെ ഇട്ടുന്ന അനധികൃതമായിട്ട് കച്ചവടം ചെയ്യണം. അതൊക്കെ ചെറിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അത് എന്തായാലും എന്തെങ്കിലും ആൾക്കാര് അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്ത് തരണം. നമ്മള് ഈ കൊല്ലം ഒരു 10 ദിവസത്തെ കച്ചവടം കണ്ടിട്ട് നമ്മൾ കുറെ പൂ ഇറക്കില്ല. ഇവര് അനധികൃതമായിട്ട് വണ്ടിയിലും റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ട് വിൽക്കുമ്പോ അത് നമുക്ക് ചെറിയ രീതിയിൽ കച്ചവടത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ പൂവൊക്കെ കിറ്റ് 50 രൂപ, 100 രൂപ, 200 രൂപ. പിന്നെ ഓരോ കളറ് സെപ്പറേറ്റ് കിലോ കണക്കിന് കൊടുക്കുന്നുണ്ട് പൂക്കള മത്സരത്തിന്. എല്ലാ സ്കൂളുകളും നാളെയാണ് പൂക്കള മത്സരം. അപ്പൊ എല്ലാ തരം പൂക്കളും നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ കളറുകളും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തുക ലൈസൻസ് ഫീസും മറ്റ് നികുതികളും നൽകിയും ഉയർന്ന കെട്ടിട വാടകയും തൊഴിലാളികളുടെ കൂലിയും നൽകിയാണ് സ്ഥിരം പൂ കച്ചവടക്കാർ വ്യാപാരം നടത്തുന്നത്. എന്നാൽ യാതൊരുവിധ അനുമതിയോ നികുതിയോ ഇല്ലാതെ വാഹനങ്ങളിലും വഴിയോരങ്ങളിലും നടത്തുന്ന പൂക്കച്ചവടം ഇവരുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണത്തിന് മുന്നോടിയായി വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്ത അധികൃതർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും നിലവിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മൗനം പാലിക്കുകയാണെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. അനധികൃതമായി നടത്തുന്ന ഇത്തരം കച്ചവടങ്ങൾ ഉടനടി നിയന്ത്രിക്കുവാനും കടകൾക്ക് മുന്നിലെ തടസ്സങ്ങൾ നീക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും അടിയന്തരമായി ഇടപെടണമെന്നാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം.